നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗിന് തെക്കൻ ജില്ലകളിൽ പൊതുവെ സീറ്റ് നൽകാറില്ല. എല്ലാ തെരഞ്ഞെടുപ്പിലും തെക്കൻ പ്രദേശങ്ങളിൽ ലീഗിന് ലഭിക്കുന്ന ഏക സീറ്റ് കൊല്ലം ജില്ലയിലെ ഇരവിപുരമോ പുനലൂരോ ആയിരിക്കും. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് തെക്കൻ ജില്ലകളിൽ ലീഗിന് സീറ്റ് നൽകാറില്ല. എന്നാൽ പണ്ടൊക്കെ തിരുവനന്തപുരത്ത് 1ഉം 2ഉം സീറ്റുകൾ ലീഗിന് ലഭിക്കാറുണ്ട്. ലീഗ് അവിടെ നിന്നും ജയിച്ചിട്ടുണ്ട്. 67ലും 70ലുമൊക്കെ ഉള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരത്ത് നിന്ന് ലീഗിന് MLA-മാരുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായി തെക്കൻ പ്രദേശങ്ങളിൽ മുസ്ലിം ലീഗിന് സീറ്റ് നൽകാൻ കോൺഗ്രസ് പലപ്പോഴും മടിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ അത് സാധിക്കില്ല എന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. തെക്കൻ ജില്ലകളിൽ തങ്ങൾക്ക് നിയമസഭാ സീറ്റ് കിട്ടിയേ മതിയാകൂ എന്നുള്ളൊരു നിർദ്ദേശം UDF നേതൃത്വത്തിന് മുന്നിൽ, കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ ലീഗ് വച്ചു എന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല നിയമസഭാ സീറ്റ് മുസ്ലിം ലീഗിന് വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വച്ചിരിക്കുന്നത്. കാരണം തിരുവനന്തപുരം ജില്ലയിൽ 4ഓളം നിയോജക മണ്ഡലങ്ങളിൽ വലിയ തോതിൽ മുസ്ലിം സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ആ മണ്ഡലങ്ങളിൽ ലീഗ് നിന്നാൽ ജയിക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് വർക്കലയോ വാമനപുരമോ നെടുമങ്ങാടോ ഇതിൽ ഏതെങ്കിലും ഒരു സീറ്റ് ലീഗിന് നൽകണമെന്നും അത് വർക്കലയായാൽ കൂടുതൽ നന്നായിരിക്കുമെന്നുമാണ് ലീഗ് നേതൃത്വം പറയുന്നത്. കോൺഗ്രസ് നേതൃത്വം ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ട് പോലുമില്ല. എന്നാൽ മുസ്ലിം ലീഗിന് തിരുവനന്തപുരം ജില്ലയിൽ ഒരു സീറ്റ് നൽകിയാൽ പിന്നെ കോൺഗ്രസിന് മറ്റ് സീറ്റുകളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഭൂരിപക്ഷ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള മേഖലകളാണ് തിരുവനന്തപുരം ജില്ലയിൽ പലയിടത്തും. അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയും ആലപ്പുഴ ജില്ലയുമെല്ലാം. തിരുവനന്തപുരത്ത് ലീഗിന്, പ്രത്യേകിച്ച് വർക്കല പോലുള്ളൊരു സീറ്റ് ലീഗിന് നൽകി കഴിഞ്ഞാൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഏകീകരണം കോൺഗ്രസിനെതിരെ ഉണ്ടാകും. അങ്ങനെ വന്നാൽ ഈ 3 ജില്ലകളിലെ സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെടും. അതുകൊണ്ട് വർക്കല ലീഗിന് കൊടുക്കാനുള്ള പരിപാടിയാണെങ്കിൽ ഇപ്പോൾ തന്നെ കോൺഗ്രസ് കാര്യങ്ങൾ പൂട്ടിക്കെട്ടുന്നതായിരിക്കും നല്ലതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ലീഗിന് പൊതുവെ ഇരവിപുരമോ പുനലൂരോ നൽകി ഒതുക്കാറാണ് പതിവ്. കാരണം തെക്കൻ ജില്ലകളിലേക്ക് ലീഗിൻ്റെ സാന്നിധ്യം വന്നാൽ ഹിന്ദു ക്രിസ്ത്യൻ ഏകീകരണം UDF-നെതിരെ, കോൺഗ്രസിനെതിരെ ഉണ്ടാകുമെന്നും അത് വലിയ തോതിൽ പാർട്ടിക്കും മുന്നണിക്കും ദോഷം ചെയ്യുമെന്നും നേരത്തെ തന്നെ UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ലീഗിന് തെക്കൻ പ്രദേശങ്ങളിൽ സീറ്റ് നൽകാറുള്ളത്. ഈ ഒരു വസ്തുത ലീഗും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൊല്ലം ജില്ലയിലെ തോൽക്കുന്ന ഏതെങ്കിലും സീറ്റല്ലാതെ മറ്റ് സീറ്റുകളൊന്നും പൊതുവെ ലീഗ് ചോദിക്കാറില്ല. കൊല്ലത്ത് നിന്ന് PKK ബാവയെ പോലുള്ള ലീഗ് നേതാക്കൾ മുമ്പ് ജയിച്ചിട്ടുമുണ്ട്. ഏതായാലും അധികം സീറ്റുകൾക്ക് തെക്കൻ പ്രദേശങ്ങളിൽ ലീഗ് ബലം പിടിക്കാറില്ല. അവരെപ്പോഴും ഉത്തര കേരളത്തിലും ഉത്തര മലബാറിലും മധ്യ മലബാറിലുമാണ് തങ്ങളുടെ സീറ്റുകൾക്കായി വാശി പിടിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ സ്ഥിതിഗതികൾ മാറി വരികയാണ്. വർക്കല സീറ്റ് തങ്ങൾക്ക് വേണമെന്ന നിർബന്ധം ലീഗ് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വച്ചു എന്നാണ് മനസ്സിലാവുന്നത്. ലീഗ് സ്ഥാനാർത്ഥി നിന്നാൽ വർക്കലയിൽ ജയിക്കുമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ലീഗിന് കൊടുക്കല്ലേ എന്ന് തലയിൽ കൈവച്ച് പറയുകയാണ് മറ്റു പല കോൺഗ്രസ് നേതാക്കളും. കാരണം മറ്റൊന്നുമല്ല, ഭൂരിപക്ഷ ക്രൈസ്തവ ഏകീകരണം, ഹൈന്ദവ ക്രൈസ്തവ ഏകീകരണം ലീഗിനെതിരെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഈഴവ സമുദായമൊക്കെ വർക്കലയിൽ വലിയ ഭൂരിപക്ഷമുള്ള സമുദായമാണ്. അവിടെ ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നിന്നാൽ പിന്നെ BJP-കാരായ ഈഴവരും കോൺഗ്രസ്സുകാരായ ഈഴവരും പോയി CPM-ന് വോട്ട് ചെയ്ത് ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും വർക്കല സീറ്റോ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ ഏതെങ്കിലും ഒരു സീറ്റോ ലീഗിന് കൊടുത്താൽ അത് കോൺഗ്രസിന് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം മനസ്സ് തുറന്നിട്ടില്ല. ലീഗ് നേതൃത്വം വർക്കല സീറ്റോ വാമനപുരം സീറ്റോ അല്ലെങ്കിൽ നെടുമങ്ങാട് സീറ്റോ തങ്ങൾക്ക് വേണമെന്ന നിർദ്ദേശം വച്ചു കഴിഞ്ഞു. ഈ നിർദ്ദേശം അംഗീകരിച്ചാൽ അത് ആത്മഹത്യാപരമായിരിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പലരും പറയുന്നത്.